ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെ വിശേഷം? അപ്പോൾ ഏതായാലും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഫോണൊക്കെ തിരുവി പോയിട്ട് നമ്മൾ ഇക്ബാലിക്കാൻ്റെ കടയിൽ നിന്ന് പോയി ഡിസ്പ്ലേ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നിട്ട് അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തു. പെർഫെക്റ്റ് ആട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ആദ്യമോനെ ഞാനൊന്ന് കൊണ്ടാക്കാൻ പോകട്ടെ. ഞാനെന്താ വെച്ചാൽ ഒന്നും പോകണില്ല, ഇന്നൊരു സ്ഥലം വരെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഞങ്ങൾ ആദ്യം സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടാക്കാൻ പോകട്ടെ. ശശിര വണ്ടി ഏതാണ്ട് ഒരു 8:10 സമയത്താണ് അടുത്തിലട്ടെ. അങ്ങനെ ഞാൻ ആദ്യം കൂടി സ്കൂളിൻ്റെ അവിടെ എത്തിയേക്ക് ശശിര വണ്ടി വന്നിട്ട് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലാണ് വന്ന്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയേക്ക് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സൂതമീൻ്റെ ഒരു പൊരിച്ചണം. അങ്ങനെ സൂതമീനും ദോശയാണ് ഇന്നത്തെ. അങ്ങനെ എനിക്ക് ഗ്യാസിൻ്റെ സത്യമായിട്ടും വന്നിട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഇന്നത്തെ ദിവസം ദോശയും മീൻ പൊരിച്ചതായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഞങ്ങൾ പോവാട്ടെ. ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോവാട്ടെ ഞങ്ങൾ. ഇന്നിപ്പോൾ നമ്മളെന്താണ് സൂര്യയിൽ പോയിട്ട് കാണിക്കാൻ പോകട്ടെ. അപ്പോൾ സ്കാനിങ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. ഫസ്റ്റ് സ്കാനിങ് ആണ്. അപ്പോൾ അതിന് പോയാൽ കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകട്ടെ. ഇനി നമുക്ക് പോകാനുള്ളത് സൂര്യ ഹോസ്പിറ്റലിലേക്കാട്ട് തിരൂരിക്ക്. നമ്മൾ വീട്ടിൽ ആരുമില്ല, വീടൊക്കെ പൂട്ടി ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ റോട്ടുമ്പോൾ വണ്ടി നിർത്തിയതിന് ശേഷം അങ്ങനെ അവിടുന്ന് അമ്മയും കയറിയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ഏതായാലും ലീവ് ആയത് കാരണം ഇനി ഏതായാലും നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് എപ്പോഴാണെന്ന് ഒഴിവാകുമോ കാര്യങ്ങളൊന്നും നമ്മളറിയില്ല. എന്തായാലും നമ്മൾ ഇനി പോകുന്നത് സൂര്യ ഹോസ്പിറ്റലിലേക്കാണ്. തിരൂർ മറ്റേ പൂങ്ങോട്ടോളം കുറച്ച് ഉള്ളിലാണ്, മാങ്ങാട്ടറി ഭാഗത്താണ് ഈ സൂര്യ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. നമ്മളെ ആദ്യമായിട്ട് സൂര്യ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് കാണിക്കില്ല. ആദ്യം ഡെലിവറി ഇതേമാതിരി നോർമൽ ഡെലിവറി തന്നെ കേട്ടോ. അന്ന് ഇതേമാതിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇനിയും ഒന്നുമില്ലാതിരിക്കട്ടെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തല്ലേ. അങ്ങനെ നമ്മളവിടെ എത്തിട്ടോ. ഇനി നേരെ തിരൂർ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോകണ വഴിക്കിൽ തിരൂർ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരൂർ കുഞ്ഞമ്പറമ്പിക്കാട് തിരൂരിൻ്റെ അവിടെ തന്നെ നല്ല ബ്ലോക്ക്, സീനലിൻ്റെ അവിടെ നല്ല ബ്ലോക്കാട്ടോ. പൊതുവേ ഇപ്പോൾ എപ്പോഴും നല്ല ബ്ലോക്കാണ് അവിടെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവളെ അമ്മനെ കാണാൻ പോയി. അമ്മനെ അവിടെ ജാൻവിക്കടയിൽ കഞ്ഞിക്കടയിലായിട്ട് അമ്മ നിൽക്കേണ്ടത്. അവിടെ പോയതിൻ്റെ ശേഷം അവിടുന്ന് അമ്മനെ കണ്ടിട്ട് നേരെ പിന്നെ സൂര്യ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നേരം വെയിറ്റിങ്ങിനുള്ള കാർഡും കാര്യങ്ങളൊക്കെ ഒരു തന്ന് പിന്നെ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. പിന്നെ ആ പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വെയിറ്റിംഗ് ആണ്. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ നമുക്ക് എന്താ വെച്ചാലും അവിടെ പൊതുവെ നല്ലൊരു വത്സൻ ഡോക്ടർ തന്നെ, ഡോക്ടർ നല്ല ഡോക്ടറാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നല്ലത് നമുക്കറിയില്ല. ഏതായാലും ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കില്ലേ. ഞാൻ 50 രൂപ വെള്ളം കൊണ്ട് കൊടുത്തോളൂ. അത് കുടിച്ച് സ്കാനിങ്ങിന് നമ്മൾ വെള്ളം കുറച്ച് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി അവിടുന്ന് പിന്നെ ഇറങ്ങട്ടെ ഞങ്ങൾ. പിന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു കൗതുകം സ്കാനിങ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് അത് പലരും നോക്കുമല്ലോ. സ്കാനിങ് റിപ്പോർട്ടിൽ എന്താ അങ്ങനെ നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്നുള്ള അങ്ങനെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇനി ഈ സ്കാനിങ് റിപ്പോർട്ട് പലർക്കും വിട്ടുകൊടുത്ത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനും ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിപാടിയായിട്ട് ഇനിയുള്ളത്. അങ്ങനെ അതൊക്കെ നോക്കി അവിടുന്ന് എന്ത് ചെയ്ത് നേരം മരുന്നും വാങ്ങി അത് കഴിഞ്ഞ് വയലത്തൂർ പമ്പിലെത്തേക്ക് അവിടുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു ബാത്റൂം പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ എന്ത് ചെയ്ത് അവിടുന്ന് തിരിച്ചു വന്നിട്ടോ. പിന്നെ നേരെ പിന്നെ വയലത്തൂർ അപ്പുറത്ത് തന്നെ ഒരു നല്ലൊരു മന്തിക്കട, ഒരു വീട്ടിൽ ഒരു മന്തി കൊടുക്കണം കേട്ടോ. വയലത്തൂർ അങ്ങാടിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തായിട്ടാണ്. നല്ല മന്തിയാണ്, സൂപ്പർ മന്തിയാണ്. പൊതുവെ ഒരു പ്രായമുള്ള ഒരാളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പഴയ കാലത്ത് മന്തി ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ടാണ്. അങ്ങനെ അവിടുന്ന് മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിട്ടോ. ഇനി ഏതായാലും പിന്നെ വയലത്തൂരിൽ കരിങ്ങപ്പാറ റോട്ടിൽ ഒരു ഷെഡിൽ ഒരു ഇളനീനും കാര്യങ്ങളൊക്കെ വെക്കേണ്ട ഒരാളുണ്ട്. അയാൾ എത്ര സ്പീഡായിട്ടാണ് കാലുമ്പോൾ വെച്ചുകൊണ്ട് ഇളനീൻ തോലെത്തേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് വെള്ളമാണ് ആവശ്യം കേട്ടോ. അങ്ങനെ 3 ഇളനീൻ വെട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് നമ്മളൊരു ലിറ്ററിൻ്റെ കുപ്പിക്ക് വെള്ളം കിട്ടിയിട്ടോ. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതവിടുന്ന് വെള്ളം കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയതിന് ശേഷം നേരെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നേരെ ഞങ്ങൾ മന്തി അയക്കായിരുന്നു കേട്ടോ. എല്ലാവരും കൊടുത്തും മന്തി അയക്കായിരുന്നു. അത് കഴിച്ചു. മന്തി അടിപൊളി മന്തി കേട്ടോ, ഒന്നും നോക്കിയില്ല, നല്ല കിട്ടില്ല മന്തിയാണ്. അങ്ങനെ ഞങ്ങളും അമ്മയും എല്ലാവരും കഴിച്ചിട്ടോ മന്തി. വീട്ടിലുള്ള ചോറ് കുറച്ച് ബാക്കിയായി എന്നല്ലാതെ വേറൊന്നും വന്നില്ലായിട്ട് സംഭവിച്ചു കേട്ടോ. അങ്ങനെ ഞാനെന്ത് ചെയ്ത് അത് ഒക്കെ കഴിഞ്ഞ് നേരെ പമ്പിൽ വണ്ടിക്ക് ഒരു നോസിൻ്റെ ഒരു പ്രശ്നം, ഒരു നോസിൽ വർക്ക് ചെയ്യാത്ത പ്രശ്നം. അങ്ങനെ നേരം ചെയ്ത് സ്വാഗതമോട് അവിടെ അനീഫാക്കാൻ്റെ അവിടെ സജിത്ത് പറഞ്ഞ പ്രകാരം അവിടെ പോയതാട്ടോ. അവിടുന്ന് നോസിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി വെച്ച് മാറ്റിയതിൻ്റെ ശേഷം അവിടെ ക്ലിയർ ചെയ്തിട്ടോ. ഇപ്പോൾ അതിന് ശേഷം വണ്ടിൻ്റെ ഒരുപാട് പെർഫോമൻസ് മാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.